ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഗുൽമാർഗിലേക്കാണ് കേട്ടോ. ശ്രീനഗറിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഞങ്ങൾ പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 8:30 തന്നെ യാത്ര തിരിച്ചു. ആദ്യം ഞങ്ങൾ രാവിലെ 7 മണിക്ക് പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഗുൽമാർഗിലെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഗണ്ടോള കേബിൾ റൈഡാണ്. ഗണ്ടോള കേബിൾ റൈഡിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനായിട്ട് ഇന്നലെ തന്നെ എടുത്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായി പോയാൽ മതിയെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഗണ്ടോള കേബിൾ റൈഡ് മെയിൻ്റനൻസിനായിട്ട് അടച്ചിട്ടേക്കായിരുന്നു. ഇന്നലെ മുതലാണ് തുറന്നത്രേ. അതുകൊണ്ട് നമുക്ക് ഭാഗ്യമായി, വന്നവർക്ക് അത് കാണാൻ പറ്റുമല്ലോ. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറാണ് ഗണ്ടോള കേബിൾ റൈഡ്. ഗണ്ടോള കേബിൾ റൈഡിന് 2 ഫേസ് ഉണ്ട് കേട്ടോ. ഫേസ് 1ഉം ഫേസ് 2ഉം. ഫേസ് 1 കാണാൻ സുന്ദരമാണ്, ഫേസ് 2 അതിൽ സുന്ദരമാണ്. പക്ഷേ ഞാൻ ഫേസ് 2ലേക്കുള്ള ടിക്കറ്റ് എടുത്തില്ല കേട്ടോ. എൻ്റെ കൂടെ 78 വയസ്സുള്ള അമ്മമാരുണ്ട്. 78 വയസ്സ് മുതലുള്ള അമ്മമാരുണ്ട്. 78 വയസ്സുള്ള അമ്മ തുടങ്ങി 14 വയസ്സുള്ള കുട്ടികൾ വരെ നമ്മുടെ ഗ്യാങ്ങിലുണ്ടായിരുന്നു. കുട്ടികൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അമ്മമാരുടെ സുരക്ഷത്തെ കരുതി ഞാൻ പറഞ്ഞു നമുക്ക് ഫേസ് 1 വരെ പോയാൽ മതി, അവിടെ കറങ്ങി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ വഴി മുകളിലെത്തി ഞാൻ അമ്മമാരുടെ ഒപ്പം ഇരുന്നു. ബാക്കിയുള്ളവർ ഒരു കുതിരപ്പുറത്ത് കയറി 1.5 മണിക്കൂർ നല്ല സവാരിയൊക്കെ നടത്തി വന്നു. കുതിരപ്പുറത്ത് കയറാൻ 400 രൂപയാണ് അവർ ചോദിച്ചത്. അവർ 800 ആയിരിക്കും ചോദിച്ചെങ്കിലും നമ്മളത് ബാർഗെയിൻ ചെയ്ത് 400 രൂപ എത്തിച്ചു. പക്ഷേ അതൊട്ടും കൂടുതലായില്ല എന്നാണ് കേട്ടോ പോയി വന്നവർ പറഞ്ഞത്. പിന്നെ അവിടെ ധാരാളം റീൽസ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നല്ല സിനിമ പോലെ ആക്കിത്തരും. അതെടുത്ത് എല്ലാവർക്കും സന്തോഷമായി, തൃപ്തിയായി. നമ്മുടെ ഫോട്ടോവും വീഡിയോ കണ്ട് എല്ലാവരും അതൊക്കെ കണ്ട് തൃപ്തി അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏപ്രിലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഗുൽമാർഗ് ഈ മാസങ്ങളിൽ. ഏപ്രിലിൽ ഞങ്ങൾ ചെന്നപ്പോൾ മഞ്ഞ് മൂടിക്കണ താഴ്വരകളാകെ പച്ചപ്പിൽ പൊതിച്ച് കിടക്കുകയാണ്. പക്ഷേ എനിക്കിഷ്ടമായത് ഈ സമയമാണ് കേട്ടോ. ഈ സമയത്താകുമ്പോൾ നമുക്ക് കുറേ നേരം അവിടെ നിൽക്കാം. മഞ്ഞിലാകുമ്പോൾ അധികം നമുക്ക് കളിക്കാനൊന്നും ഇല്ല. ധാരാളം കുത്തനെയുള്ള കയറ്റങ്ങൾ കയറി വേണം ഗുൽമാർഗിലെത്താൻ. എന്നാൽ വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. ധാരാളം ആട്ടിൻകൂട്ടങ്ങളെയൊക്കെ കാണാം കേട്ടോ. മാത്രമല്ല നമ്മൾ ഗണ്ടോലയിൽ വരുമ്പോഴേ ചെറിയ ചെറിയ വീടുകൾ ഇഷ്ടം പോലെ കാണാം. അത് ഇടയന്മാരുടെ വീടുകളാത്രേ. അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ അവിടേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കണത്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്തു പോവും. എന്തായാലും ഗുൽമാർഗിലെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തന്നെ തിരിച്ചെത്തി. നാളത്തെ ഞങ്ങളുടെ യാത്ര കട്രയിലേക്കാണ് കേട്ടോ, വൈഷ്ണോദേവിയെ കാണാൻ. മറ്റന്നാളാണ് വൈഷ്ണോദേവി ദർശനം. നാളെ രാവിലെ 8 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിൻ. ചനാബ് റെയിൽ വഴിയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ വന്ദേ ഭാരതിലെ വിശേഷങ്ങളും കട്രയിലെ വിശേഷങ്ങളും നാളെ വരാം കേട്ടോ. ബൈ.